നമസ്കാരം. ഒരു 11 വോട്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഡോക്ടർ ശശി തരൂർ കഴിഞ്ഞ തവണ 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തിരുവനന്തപുരത്ത് നിന്നും ജയിച്ചേനെ. വൻ ഭൂരിപക്ഷമായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വലിയ മത്സരം എന്ന പ്രതീതി ഉണ്ടാവുകയും ചെയ്തു. ഇത്തവണ എല്ലാ അഭിപ്രായ സർവേകളും ഡോക്ടർ ശശി തരൂർ തന്നെ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് പറയുന്നത്. മനോരമയും മാതൃഭൂമിയും 24-നെയും സർവേകൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ 8-10% വ്യത്യാസമാണ് പലരും പ്രവചിക്കുന്നത്. ആകെയുള്ളത് 24-ൻ്റെ സർവേയിൽ മാത്രം 32% ശശി തരൂറും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറും നേടും എന്ന് പറയുന്നു. പക്ഷേ മറ്റ് രണ്ട് സർവേകളിലും വളരെ വലിയ വ്യത്യാസമാണ് പറയുന്നത്. ആകെ ശരാശരി എടുത്തു നോക്കിയാൽ ശശി തരൂർ ഏതാണ്ട് 32% വോട്ടിന് മുന്നിലെത്തുമ്പോൾ രണ്ടാം സ്ഥാനത്തിനു വേണ്ടി രാജീവ് ചന്ദ്രശേഖറും പന്ന്യൻ രവീന്ദ്രനും മത്സരിക്കും എന്നാണ് പോൾ ഓഫ് പോൾസ് പറയുന്നത്. ഫീൽഡിൽ എന്തായാലും ബാനറും കൊടിതോരണങ്ങളും പോസ്റ്ററും സ്ഥാനാർത്ഥികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കവും കണ്ടാൽ പൊരിഞ്ഞ പോര് തന്നെയാണ്. ഈ പറയുന്ന അഭിപ്രായ സർവേകളുടെ ഒന്നും ഒരു ലാഞ്ചന ഫീൽഡിൽ കാണുന്നില്ല. റഹീസ്, എന്താണ് തോന്നുന്നത്? അങ്ങനെ തന്നെയല്ലേ? അതോ സത്യത്തിൽ മാധ്യമങ്ങളിലും കൂടെ ഉണ്ടാക്കുന്ന ഒരു ഹൈപ്പാണോ? അങ്ങനെ ഒരു ഫൈറ്റ് ഇല്ലേ? ഏറ്റവും അവസാന ലാപ്പിലേക്ക് വരുമ്പോൾ ശശി തരൂർ പ്രചരണത്തിലടക്കം ഒരു എഡ്ജ് കാണിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ അത് ഏതാണ്ട് ഒരു 10-ാം തീയതിക്ക് ശേഷമുള്ള ദിവസങ്ങളിലാണ് ഒരു പ്രചരണ കൊഴുപ്പുള്ളത്. പക്ഷേ അതിനു മുമ്പുള്ള ചിത്രങ്ങൾ മുഴുവൻ നോക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ പോസ്റ്ററും ഫ്ലെക്സും പ്രചരണവും ഒക്കെ നോക്കുമ്പോൾ കൃത്യമായ വർക്ക് ഒരു പക്ഷേ BJP ഇവിടെ ഫോക്കസ് ചെയ്ത് BJPയുടെ പാർട്ടി സംവിധാനം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിനപ്പുറം രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്വന്തം ടീമിൻ്റെ ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ മുഴുവൻ കോർഡിനേഷൻ. ഇപ്പോൾ നമുക്ക് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു ബൈറ്റ് വേണമെങ്കിൽ BJP നേതാക്കളെ അല്ല വിളിക്കേണ്ടത്, രാജീവ് ചന്ദ്രശേഖരൻ്റെ PR ടീമിലുള്ള പേഴ്സണൽ സ്റ്റാഫിലുള്ള ആളുകളെയാണ് വിളിക്കേണ്ടത്. ആ തരത്തിലുള്ള പ്രചരണം എല്ലാ തരത്തിലും നടന്നു. ഒപ്പം കഴിഞ്ഞ 2014-ലും 2019-ലും BJP പിന്നിൽ പോയ കോവളം, പാറശാല, നെയ്യാറ്റിൻകര ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് കൃത്യമായ പ്രചരണ പ്രവർത്തനങ്ങൾ ആദ്യം മുതൽ നടത്താൻ രാജീവ് ചന്ദ്രശേഖർ ബോധപൂർവമായുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഒപ്പം നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളിൽ നേമത്തവർ കഴിഞ്ഞ തവണയും ഒന്നാമത് വന്നിട്ടുണ്ട്. ഒപ്പം വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, കഴക്കൂട്ടം നഗര കേന്ദ്രീകൃതമായ മണ്ഡലങ്ങളിൽ വോട്ടുകൾ ഓ രാജഗോപാൽ പിടിച്ചതുപോലെ പിടിക്കുകയും ഈ 3 സ്ഥലത്തും പിന്നിൽ പോകാതിരിക്കാനുള്ള സ്ട്രാറ്റജി പല കളികൾ കളിച്ചു. ഈ വോട്ട് പിടിക്കുന്നതിനപ്പുറം ഇപ്പം നാടാരിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ശ്രമം നടത്തി, പക്ഷേ നോമിനേഷൻ തള്ളിപ്പോയി. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയ ഒരാളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി. എതിരാളികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ പ്രചരണത്തിനുള്ള പണം കൂടി കൊടുത്തിട്ടാണ്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പ്രചരണം കാണണം. കൺവെൻഷൻ 10,000 പേര് പങ്കെടുക്കുന്നു, വലിയ ബോർഡുകൾ, ഫ്ലക്സുകൾ. അതായത് മുന്നണി സ്ഥാനാർത്ഥി പോലെ നമ്മൾ ഈ കഴക്കൂട്ട സൈഡിലൊക്കെ നോക്കിയൊരു വലിയ ഫ്ലക്സുകൾ. അപ്പം ആ തരത്തിലുള്ള അതായത് വോട്ട് പിടിക്കാനുള്ള പണിക്കൊപ്പം എതിരാളിയുടെ വോട്ട് കുറയ്ക്കാനുള്ള പണിയും കൂടി കൃത്യമായി രാജീവ് ചന്ദ്രശേഖർ എടുത്തിട്ടുണ്ട്. പക്ഷേ അവസാന ലാപ്പിലായപ്പോൾ UDF സംവിധാനങ്ങൾ മുഴുവൻ ഉണർന്നിട്ടുണ്ട്, പൈസ ഇറങ്ങിയിട്ടുണ്ട്. പ്രചരണ പ്രവർത്തനങ്ങളിൽ ശശി തരൂർ വലിയ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നുമുണ്ട്. ഈ പോളുകൾ നോക്കിയാൽ തന്നെ ഒരു കാര്യം വ്യക്തമാണ്, കഴിഞ്ഞ തവണ തരൂറിന് കിട്ടിയ 1,00,000-നടുത്ത വോട്ട് ലീഡ് കിട്ടുമെന്ന് ഒരു സർവേ നോക്കിയാലും പറയുന്നില്ല. വോട്ടിംഗ് പെർസെൻറ്റേജ്, അതായത് അദ്ദേഹത്തിന് കിട്ടുന്ന വോട്ടിൻ്റെ പെർസെൻറ്റേജ് കുറയുമെന്ന് തന്നെയാണ് കാണുന്നത്. അത് ഏറെക്കുറെ ശരിയാവാൻ ഇനി തരൂർ വിജയിക്കുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞ തവണത്തെ 1,00,000-നടുത്തുള്ള വോട്ട് കിട്ടാനുള്ള ഒരു സാധ്യതയും ഫീൽഡിൽ നിന്ന് കാണും. ശരിയാണ്. തിരുവനന്തപുരത്തെ റൂറൽ മണ്ഡലങ്ങളിൽ 3 മണ്ഡലങ്ങൾ, അത് വെറും 3 അല്ല, വോട്ടിംഗ് ശതമാനത്തിൽ വളരെ വലിയ പോളിംഗ് രേഖപ്പെടുത്തുന്ന മേഖലകൾ കൂടിയാണ് തിരുവനന്തപുരത്തെ ഗ്രാമപ്രദേശത്തെ വോട്ടർമാർ. അതുകൊണ്ട് തന്നെയാണ് ആ മേഖലയിൽ വളരെ വലിയ ഒരു കോൺസെൻട്രേഷൻ വരുന്നത്. ലത്തീൻ കത്തോലിക്കർക്ക് വലിയ ഭൂരിപക്ഷമുള്ള ഒരു മേഖലയിൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച, അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഞായറാഴ്ച, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ലത്തീൻ കത്തോലിക്ക സഭയുടെ ആർച്ച് ബിഷപ്പ് ഒരു ആറ്റം ബോംബാണ് പൊട്ടിച്ചത്. ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചിരിക്കുന്നു, അതിന് കാരണം കേരള പോലീസിൻ്റെ ഇൻ്റലിജൻസ് കൊടുത്ത റിപ്പോർട്ട് കൂടിയാണ്. അതുകൊണ്ട് ഇടവക ജനങ്ങളെ ഞങ്ങൾക്ക് പണം തരണം, വളരെ കൃത്യമായി നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്നുകൂടിയാണ് പറഞ്ഞു വെച്ചത്. ലക്ഷ്മി, ഈ അവസാനത്തെ ഒരു ആണി കൂടി അടിച്ചതോട് കൂടിയാണ് കോൺഗ്രസ് ക്യാമ്പിന് വളരെ വലിയ ആത്മവിശ്വാസം ഉണ്ടായത്. അത് പക്ഷേ അറിയാത്ത ഒരാളല്ല BJPയുടെ സ്ഥാനാർത്ഥി. എന്തെങ്കിലും ഒരു കൗണ്ടർ ഫോഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടാവും? എനിക്ക് തോന്നുന്നു ആദ്യം മുതൽ തന്നെ തരൂരിൻ്റെ ഈ ശക്തി കേന്ദ്രത്തിലെത്തി
തൻ്റെ ഒരു പ്രാതിനിധ്യം ഉറപ്പിക്കാനാണ് BJP സ്ഥാനാർത്ഥി ശ്രമിച്ചത്. രാജീവ് ചന്ദ്രശേഖർ തീരദേശ മേഖലകളിലെത്തുന്നു, അവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ക്യാമ്പയിൻ മോഡ് തന്നെ വളരെ പ്രത്യേകതയുള്ളതാണ്. സാധാരണ കാണുന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിനിങ് അല്ല. ഇവിടെ തിരുവനന്തപുരത്ത് ഇനി കാര്യം നടക്കണം, ഇനി വികസനം കൊണ്ടുവരണം. ഈ 15 കൊല്ലക്കാലം തരൂർ ഒന്നും ചെയ്തില്ല. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഈ തരൂർ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കാത്തത് കൊണ്ടാണ് എന്ന തരത്തിലുള്ള ഒരു വലിയ പ്രചാരണമാണ് ആദ്യം മുതൽ നടത്തിക്കൊണ്ടിരുന്നത്. ആ തരത്തിൽ പ്രചരണം ശക്തമാക്കുമ്പോൾ മറുവശത്ത് ആദ്യം ഇടയലേഖനം വരുന്നു, മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച്. അന്നേരം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട് വോട്ടർമാർക്ക്. ഞങ്ങളുടെ വോട്ടുകൾ എങ്ങോട്ട് പോകണം? CPIക്ക് പോകണോ? പന്ന്യൻ രവീന്ദ്രൻ ഇപ്പുറത്ത് നിൽപ്പുണ്ട് സാധാരണക്കാരുടെ ഒരു പ്രതിനിധിയായിട്ട്. അവിടെയുള്ള മനുഷ്യർക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവ് തന്നെയാണ് പന്ന്യൻ രവീന്ദ്രൻ. പന്ന്യന് പോകണമോ തരൂരിന് പോകണമോ എന്ന് പറയുന്ന കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന വോട്ടർമാരിലേക്കാണ് അവസാനത്തെ ഇടയലേഖനം വന്നിരിക്കുന്നു. ലത്തീൻ അതിരൂപതയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന സ്ഥിതി എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി ഇടയലേഖനം നൽകുന്ന സന്ദേശം അത് തന്നെയാണ്. നിങ്ങളുടെ വോട്ടുകൾ കോൺഗ്രസിന് പോൾ ചെയ്യൂ എന്നുള്ള സന്ദേശം തന്നെയാണ്. അപ്പോഴും മറുവശത്ത് ആ തീരമേഖലകളിൽ CSI വോട്ടർമാരുണ്ട്. ഈ പറയുന്ന പാറശാല, നെയ്യാറ്റിൻകര, കോവളം മേഖലകളിലുള്ള CSI വോട്ടുകൾ ഉണ്ട്. ആ CSI വോട്ടുകൾ നേരത്തെ റഹീസ് പറഞ്ഞതുപോലെ അത് ഇത്തവണ അതിലൊരു ചാഞ്ചാട്ടമുണ്ടാകും. അത് BJP ക്യാമ്പിലേക്ക് പോകും. പലപ്പോഴും കോൺഗ്രസിൻ്റെ ആളുകളായിരുന്ന പലരെയും ഈ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ക്യാമ്പയിനുകളിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇതിനിടയ്ക്ക് പെട്ടുപോകുന്നത് ഇടത് വോട്ടുകളാണ്. തിരുവനന്തപുരത്തെ കഴിഞ്ഞ 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ആർക്ക് വോട്ട് ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായതൊന്നും അറിയില്ല. പക്ഷേ എന്തായാലും അവരുടെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്താണ് പോകുന്നത്. കഴിഞ്ഞ തവണ ചിലപ്പോൾ BJPയുടെ കുമ്മനം രാജശേഖരൻ ജയിക്കും എന്നൊരു പ്രതീതി ഉണ്ടാവുകയും ആ സമയത്ത് വൻതോതിൽ ഇടതുമുന്നണിയുടെ വോട്ടുകൾ ശശി തരൂരിലേക്ക് മറഞ്ഞു എന്നും ഒരു കഥയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ശശി തരൂർ ഏതാണ്ട് 1 ലക്ഷം വോട്ടിന് ജയിച്ചതെന്നും പറയുന്നു. ഇത്തവണ എങ്ങനെയായിരിക്കും? അങ്ങനെ ചെയ്യുമോ? കഴിഞ്ഞ തവണ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ CPIയുടെ C ദിവാകരൻ 2ാം സ്ഥാനത്ത് എത്തുമായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. അത് പഴയ കാര്യം. പക്ഷേ ഇത്തവണ വളരെ വലിയ മത്സരമാണെന്ന് എല്ലാവരും പറയുന്നിടത്ത് BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോയാൽ എന്ത് ചെയ്യും? ആ ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ തന്നെ ഇടത് ക്യാമ്പുകളിലുണ്ട്. ആ വോട്ടുകൾ എങ്ങനെ മറിയുമോ എന്നുള്ളതെല്ലാം കാത്തിരുന്ന് കാണേണ്ട കാഴ്ചയാണ്. അവിടെ നമ്മൾ നേരെ പോകുന്നത് ഇനി ആറ്റിങ്ങലിലേക്കാണ്. ആറ്റിങ്ങൽ CPMൻ്റെ ഉരുക്കുകോട്ട. പണ്ട് കഴിഞ്ഞ തവണ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അടൂർ പ്രകാശ് ആ മണ്ഡലം UDFന് വേണ്ടി പിടിച്ചെടുത്തു. ഇത്തവണ അതുകൊണ്ട് CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആ പദവി രാജിവെപ്പിച്ചാണ് CPM ഇറക്കിയിരിക്കുന്നത് വി ജോയ്. ശക്തിയേറിയ പോരാട്ടം ഫീൽഡിൽ എല്ലായിടത്തും കാണുന്നു. അഭിപ്രായ സർവേകളിലും ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടം കാണാം. ഒരുപക്ഷെ അഭിപ്രായ സർവേകളിൽ ഇത്രയും ക്ലോസായി കോൺടെസ്റ്റ് നടക്കും എന്ന് പറയുന്ന മണ്ഡലങ്ങൾ വളരെ കുറവാണ്. 35% വോട്ട് UDFും LDFും പിടിക്കുമെന്ന് മനോരമ പറയുന്നു. മാതൃഭൂമി പറയുന്നത് 34%, 33% തമ്മിൽ അതായത് 1% വോട്ടിന് UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് തന്നെ മണ്ഡലം നിലനിർത്തുമെന്നാണ്. 24 സർവേയിൽ പക്ഷേ വലിയ ലീഡാണ് വി ജോയ്ക്ക് പറയുന്നത്. ആകെ പോളുകളുടെ എടുത്തു നോക്കിയാൽ, പോൾ ഓഫ് പോൾ എടുത്ത് നോക്കിയാൽ 35.63 വി ജോയ്ക്കും 35.40 അടൂർ പ്രകാശിനും. ഇത് ഒരു ലീഡാണെന്ന് പറയാനേ പറ്റില്ല അല്ലേ? അഭിപ്രായ സർവേകളിലും പോൾ ഓഫ് പോൾസും ഒന്നും ഇത് വളരെ ക്ലോസ്ലി നക്ക് വിജയമാണ് പ്രവചിക്കുന്നത്. പക്ഷേ ഫീൽഡിൽ ഇപ്പം ആറ്റിങ്ങലിൽ അതിശക്തമായ മത്സരം നടക്കുന്ന ഒരു പ്രതീതി ഫീൽഡിലുണ്ട്. വി ജോയി ആണെങ്കിൽ കാടടച്ച് പ്രചരണം. നമുക്ക് തെക്കൻ കേരളത്തിലെ മണ്ഡലങ്ങൾ നോക്കിയാൽ ഇത്ര പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന LDFൻ്റെ പ്രചരണ പ്രവർത്തനം നടക്കുന്ന ഒരു മണ്ഡലം കാണാം. ഭയങ്കര വെറൈറ്റിയാണ്. ഏറ്റവും അവസാനം ഞാൻ നോക്കുമ്പോൾ ഈ ഡാൻസ്, CPMനെ കാണാത്ത രീതിയിലുള്ള റാപ്പ് സോങ്ങുകൾ, ഒരു രക്ഷയില്ല. ഗംഭീരമായ പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അടൂർ പ്രകാശ് വലിയ ലൈവും അല്ല. കഴിഞ്ഞോണം ആരും ജിമ്മി പറഞ്ഞ പോലെ ആരും വിജയിക്കുമെന്ന് കരുതിയില്ല. പക്ഷേ ഗ്രാസ് റൂട്ട് ലെവലിൽ ഗ്രൗണ്ടിലിറങ്ങി പണിയെടുത്ത് വിജയിച്ചു വന്ന ആളാണ് അടൂർ പ്രകാശ്. പ്രത്യേകിച്ച് പാർട്ടി സംവിധാനങ്ങൾ അവിടെ ശക്തമായൊരു സ്ഥലമല്ല UDFന് ആറ്റിങ്ങൽ. അവിടെ അടൂർ പ്രകാശിൻ്റെ സംവിധാനങ്ങൾ, ഒപ്പം അടൂർ പ്രകാശിൻ്റെ അടുത്ത ബന്ധുവായ ബിജു രമേശിൻ്റെ ചില സ്വാധീനങ്ങൾ, കോളനികൾ കേന്ദ്രീകരിച്ചും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകളും മറ്റു ബന്ധങ്ങളൊക്കെ പലതരത്തിലുള്ള ബന്ധങ്ങൾ. പ്രമുഖ വ്യവസായിയാണ് ബിജു രമേശ്. ആറ്റിങ്ങൽ മണ്ഡലം അറിഞ്ഞുകൂടാത്ത, തിരുവനന്തപുരം അറിഞ്ഞുകൂടാത്തവരുടെ അറിവിലേക്ക്. ഓക്കെ, ആ തരത്തിലുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങളാണ് അടൂർ പ്രകാശ് നടത്തുക. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് 3 ഈഴവ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരു മണ്ഡലം, വളരെ സാധാരണക്കാരായ മനുഷ്യരുള്ള സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് CPM പരാജയപ്പെട്ടതാണ് അവരെ വലിയ തോതിൽ ഞെട്ടലാക്കിയത്. ഇത്തവണ വി ജോയിക്ക് മത്സരിക്കുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട CPM നേരിടുന്നൊരു പ്രശ്നം, വർക്കല, ചിറയൻകീഴ്, ആറ്റിങ്ങൽ പോലുള്ള ഇപ്പുറത്തെ വശത്താണ്
വി ജോയി എല്ലാവർക്കും സമ്മതനായ അല്ലെങ്കിൽ ആളുകൾക്ക് അത്ര കൃത്യമായി അറിയാൻ പറ്റുന്നൊരു സ്ഥാനാർത്ഥി. അരുവിക്കരയോ കാട്ടാക്കടയോ സ്ഥലത്തേക്ക് വരുമ്പോൾ അത്ര ആളുകൾക്ക് അറിയാൻ പറ്റുന്ന ഒരാളല്ല. ജില്ലാ സെക്രട്ടറി ആയപ്പോഴാണ് ബി ജോയി ആ തരത്തിലേക്ക് ജില്ലാ തലത്തിൽ നേതാവായി ഉയർന്നത്. അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമൊക്കെ വായിച്ച് ആ പ്രദേശം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ അത് മറികടക്കാൻ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിർണായകമാകുന്നൊരു മണ്ഡലം അല്ലെങ്കിൽ നിർണായകമാകുന്നൊരു വോട്ട് വി മുരളീധരൻ എത്ര വോട്ട് പിടിക്കും എന്നതാണ്. കഴിഞ്ഞ തവണ തോൽക്കാൻ കാരണം CPM തോൽക്കാൻ കാരണം ശോഭാ സുരേന്ദ്രൻ്റെ അപ്രതീക്ഷിതമായി പിടിച്ചൊരു വോട്ടാണ്. പക്ഷേ ഗ്രൗണ്ടിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ശോഭാ സുരേന്ദ്രൻ വി മുരളീധരന് എതിരായി അവിടെ നിലപാടെടുത്തിട്ടുണ്ട്. BJPക്ക് അകത്തുള്ള പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്തു, അങ്ങനത്തെ തർക്കങ്ങളെല്ലാം അവസാനിച്ചു എന്നൊരു കഥയുണ്ടല്ലോ. നമുക്ക് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശോഭാ സുരേന്ദ്രന് ഏതെങ്കിലും തരത്തിൽ സ്വാധീനമുള്ള പ്രദേശങ്ങളിലെല്ലാം വി മുരളീധരന് എതിരായ നിലപാട് വോട്ടർമാരോടക്കം അവർ പങ്കുവച്ചിട്ടുണ്ടെന്നാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ആ വോട്ട് ആർക്ക് പോകും? നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അടൂർ പ്രകാശിന് ആ വോട്ട് പോകും എന്നതാണ്. അതുകൊണ്ട് തന്നെ CPM എല്ലാ തരത്തിലും ഞങ്ങൾ വിജയിക്കുമെന്ന് പറയുമ്പോൾ പോലും അവരുടെ മനസ്സിൽ ഈ ഒരു പ്രശ്നം കിടപ്പുണ്ട്. പിന്നെ SNDP സംവിധാനങ്ങളെ രംഗത്തിറക്കിയുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങളും ഇപ്പം BDJS SNDP BJPയുടെ ഭാഗമാണ്, അവരുടെ മാതൃസംഘടനയാണ് SNDP എന്നൊക്കെ പറയാമെങ്കിൽ പോലും SNDP വോട്ടിൽ കൃത്യമായ സ്വാധീനം ചെലുത്താൻ അടൂർ പ്രകാശിന് കഴിയുന്നുണ്ട്. പക്ഷേ ലക്ഷ്മി, ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ വി മുരളീധരന് എന്താണ് പറ്റുന്നത്? വളരെ നാളായി ആ മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നു. പക്ഷേ ഒരു അഭിപ്രായ സർവേയിൽ പോലും 30% മുകളിൽ വോട്ട് പറയുന്നില്ല. പാർട്ടിക്ക് അകത്തുള്ള ഇന്റേണൽ വിഷയങ്ങൾ ഞാൻ വിടുകയാണ്, അത് ചിലപ്പോൾ സെറ്റിൽ ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. പോട്ടെ. വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്ന ഒരു കാര്യം, സാധാരണക്കാർക്ക് അങ്ങനെ അത്ര പെട്ടെന്ന് കണക്റ്റ് ആവാത്തൊരു നേതാവാണ്. ഒരു പണ്ടൊക്കെ പിണറായി വിജയനെ കുറിച്ച് പറയുന്ന പോലെ ഒരു പെട്ടെന്ന് ആളുകൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ, അല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കുന്നതിലൊന്നും തന്നെ ഒരു സ്ഥാനാർത്ഥി പുലർത്തേണ്ട തരത്തിലുള്ള ആ ഒരു തരം വിനയമോ ചിരിയോ ഒന്നും നമുക്ക് വി മുരളീധരൻ്റെ കൂടെ ക്യാമ്പയിനിങ്ങിന് ആ ക്യാമ്പയിൻ വാഹനത്തിൽ കയറിയിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് കൂടി എനിക്ക് തോന്നിയത് അതാണ്. ആളുകളോട് അദ്ദേഹം സംസാരിക്കുന്നതിൽ ആ ഒരു ഹൃദ്യതയില്ല. പക്ഷേ ഒരു നേതാവിൻ്റെ ഒരു സ്റ്റേച്ചർ അത് വോട്ടായി മാറേണ്ടതല്ലേ? അവസാന ഉറപ്പായും കേന്ദ്രമന്ത്രിയാണ് വി മുരളീധരന് അവിടെ വോട്ട് കൂട്ടിയേ പറ്റുള്ളൂ. ശോഭാ സുരേന്ദ്രനേക്കാൾ വോട്ട് കൂട്ടുക എന്നത് വി മുരളീധരന്റെ വലിയ ആവശ്യം കൂടിയാണ്. SNDPയുടെ പിന്തുണയൊക്കെ എന്റെ പ്രശ്നം ജയിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഇതിപ്പം ഒരു സർവേയിലും 7 അയലത്ത് വരുന്നില്ല. ഇല്ല, ജയിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ചും ആ മണ്ഡലത്തിന്റെ സ്വഭാവം തന്നെയാണ്, അത് ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലമാണ്. വി ജോയിക്ക് അനുകൂലമായ ഘടകങ്ങൾ അവിടെ ഇത്തവണ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരത്തേക്കാൾ മത്സരം, പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട മത്സരമാണ് ആറ്റിങ്ങലിലേത്. ആരും ജയിക്കും, ആരും തോക്കും. അവിടെ നിന്ന് നേരെ കൊല്ലത്തേക്ക് പോയാൽ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. NK പ്രേമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ കോട്ട നല്ല ഭംഗിയായി കാക്കുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കാലത്തെ ചില തമാശകളിലൂടെ മുകേഷ് കളം പിടിച്ചിട്ടുണ്ടാവും, പക്ഷേ വോട്ട് അങ്ങനെ മറിയാനോ സാധ്യതയില്ല. ചിലപ്പോൾ ഭൂരിപക്ഷം കൂടിയാലും മതി. കൃഷ്ണകുമാർ ജി വന്നതാണ് മറ്റൊരു ട്വിസ്റ്റ്. കൃഷ്ണകുമാർ ജിയുടെ വരവ് തന്നെ BJP. ഒരു മിനിറ്റ്, കൃഷ്ണകുമാർ ജി ആണോ ജി കൃഷ്ണകുമാർ? ജി കൃഷ്ണകുമാർ. ഞാൻ അവിടെ അവരുടെ ഒരു കൃഷ്ണകുമാർ പോയ ഒരു കോളനിയിൽ ഒരു സാധാരണ മനുഷ്യൻ നിന്ന് പറയുകയാണ്, അടുത്ത കേരളത്തിന്റെ അണ്ണാമലയാണ് ഇത്. ക്യാമ്പയിനറാണ്. ഒരാളുടെ അടുത്തേക്ക് പോയി, ഇപ്പം നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ജി കൃഷ്ണകുമാർ വോട്ട് ചോദിക്കാൻ പോയാൽ വോട്ട് കൊടുക്കും. ആ ഒരു നാക്കിലുള്ള ആളാണ്. പിന്നെ സിനിമാ താരമായതുകൊണ്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ കൃഷ്ണകുമാറിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് സംസ്ഥാന BJP നേതൃത്വം പോലും സത്യം പറഞ്ഞാൽ കൃഷ്ണകുമാർ ഇവിടെ സ്ഥാനാർത്ഥിയാവുന്നത് കേന്ദ്രത്തിൽ നിന്ന് പ്രഖ്യാപിക്കുമ്പോഴറിയാം. ആരും അറിഞ്ഞില്ല, ഒരാളും അറിഞ്ഞില്ല. ആ പുള്ളി ഡയറക്റ്റ് ആയിട്ടുള്ള കേന്ദ്ര ബന്ധത്തിൽ സീറ്റ് ഒപ്പിച്ചെടുത്തതാണ് എന്ന് മാത്രമല്ല, കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകുമെന്ന് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ സംസ്ഥാന BJP നേതാക്കൾ വിളിച്ചിട്ട് പരിഗണനയിൽ പോലും ഇല്ലാത്ത പേരാണ് നിങ്ങൾ കൊടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ഈ പല നേതാക്കന്മാരും കണ്ടുപഠിക്കേണ്ട പല ക്വാളിറ്റീസും അദ്ദേഹത്തിന് ഉള്ളതായി എനിക്ക് നമ്മളവിടെ നേരെ മാവേലിക്കരയിലേക്ക് പോവുകയാണ്. മാവേലിക്കരയിൽ കുറെ കാലം ആയിട്ട് കൊടുക്കുന്നിൽ സുരേഷ് അടക്കി വാഴുന്ന സ്ഥലം. പക്ഷേ വളരെ വേർക്കുകയാണ് കൊടുക്കുന്നിൽ സുരേഷ് ക്യാമ്പയിൻ മോഡിൽ. വളരെ ശക്തമായ മത്സരം CPIയുടെ അരുൺ കാഴ്ചവെക്കുന്നു. അരുൺകുമാർ 41% മുകളിൽ വോട്ട് നേടി ജയിക്കും എന്നുള്ളതാണ് അഭിപ്രായ സർവേകളുടെ ആകെത്തുക. പോൾ ഓഫ് പോൾസ് പറയുന്നത് 39.6%
കൊടുക്കുന്നിൽ സുരേഷ് 2ാം സ്ഥാനത്തും. NDAക്ക് വേണ്ടി മത്സരിക്കുന്ന BDJSന്റെ സ്ഥാനാർത്ഥി ദയനീയമായി 3ാം സ്ഥാനത്ത് പോകും. വെറും 17% വോട്ട്. ഇതാണ് പറയുന്നത്. അഭിപ്രായ സർവേകളിൽ ന്യൂസ് 24ന്റെ സർവേയാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം ഇദ്ദേഹത്തിന് നൽകുന്നത്. 43% മുകളിൽ അരുൺകുമാർ വോട്ട് നേടും എന്നാണ് പറഞ്ഞിരുന്നത്. മാവേലിക്കര മറിയാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. കൊടുക്കുന്നിൽ സുരേഷ് തോക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകുന്ന ആദ്യം മുതലേ കേട്ടുന്നു. ഏത് സ്ഥാനാർത്ഥിയായാലും ഈ അരുൺകുമാർ വന്നപ്പോൾ ആ സാഹചര്യങ്ങൾ കുറച്ചുകൂടെ ശക്തമായോ അതോ ഫൈറ്റ് കുറച്ചുകൂടെ കടുപ്പിച്ചോ? കൊടുക്കുന്നിൽ സുരേഷിൻ്റെ കാര്യത്തിൽ വന്നാൽ അദ്ദേഹം ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ക്യാമ്പയിനറാണ്. കൊടുക്കുന്നിൽ പറ്റില്ല എന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ കൊടുക്കുന്നിൽ പറ്റാത്തിടത്ത് ആര് പറ്റും? ഒരു സെക്കൻഡ് ഓപ്ഷൻ കോൺഗ്രസിന് മുമ്പിൽ കൊടുക്കുന്നിൽ അവിടെ കൊടുത്തിട്ടില്ല. കൊടുക്കുന്നിൽ വൺ മാൻ ലീഡർ, സെക്കൻഡ് ലീഡർ എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യാൻ പോലും ഒരു പേര് കൊടുക്കുന്നിൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ടില്ല. അവിടുത്തെ പല ഘടകങ്ങളുണ്ട്. പ്രത്യേകിച്ച് NSSൻ്റെ ആസ്ഥാനം ഇരിക്കുന്ന ചങ്ങനാശ്ശേരി അവിടെയാണ്. NSS എല്ലാ കാലത്തും കൊടുക്കുന്നതിന് സഹായം ചെയ്തിട്ടുണ്ട്. നിലവിലെ അവസ്ഥയിൽ അത് ഉറപ്പായിട്ടും ഉണ്ടാകും. പല ഘടകങ്ങൾ അരുൺകുമാർ വിജയിക്കുമെന്ന് പറയുമ്പോൾ ഇത്തവണ അവർക്ക് ഏറ്റവും അവസാന ദിവസങ്ങളിൽ വന്ന ഒരു തിരിച്ചടി KPMS ആണ്. KPMSന് ഏറ്റവും ശക്തമായ അടിത്തട്ടിൽ വോട്ട് ബാങ്കുള്ള സ്ഥലമാണ്. പക്ഷേ KPMS കഴിഞ്ഞ തവണ പ്രത്യക്ഷത്തിൽ LDF സ്ഥാനാർത്ഥിക്കൊപ്പം നിന്നിരുന്നു. ഇത്തവണ അവർ സമദൂരം എന്ന നിലപാടെടുത്തിരിക്കുന്നു. ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊരു തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആ തിരിച്ചടികൾ മറികടക്കുന്ന രീതിയിലുള്ള ഒരു കൊടുക്കുന്നിൽ വിരോധ വോട്ട്, സത്യത്തിൽ കൊടുക്കുന്നിൽ വിരോധ വോട്ടാണോ അരുൺകുമാർ അനുകൂല വോട്ടാണോ? രണ്ടുമുണ്ട്. കൊടുക്കുന്നിൽ വിരോധ വോട്ടുണ്ട്. കാരണം ഇത്രയും കാലം ഒരാൾ ഒരു മണ്ഡലം അടക്കി വാഴുകയാണ്. പല UDF സ്ഥാനാർത്ഥികളുടെയും പല കോൺഗ്രസ് നേതാക്കന്മാരുടെയും മണ്ഡലങ്ങൾ ഇങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് കൊടിക്കുന്നിലും. പക്ഷേ അതിനേക്കാളൊക്കെ ഉണ്ട്. ഇത്തവണ കൊടിക്കുന്നിലെത്തുമ്പോൾ ഒരു മാറ്റം വേണം എന്ന് പറയുന്ന ഒരുപാട് വോട്ടർമാരുണ്ട്. അവിടെ ഒരു മാറ്റം വേണം. പ്രത്യേകിച്ച് ഒരു പ്രസരിപ്പുള്ള യുവാവായ സ്ഥാനാർത്ഥി. ഈ പ്രായത്തിൻ്റെ കാര്യത്തിൽ അവിടെ ഒരു തർക്കം നടക്കുന്നുണ്ട്. അരുൺകുമാർ യുവാവല്ല എന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നു. അരുൺകുമാർ എല്ലായിടത്തും പോയി തൻ്റെ പ്രായം വിളിച്ച് പറയുന്നു. 42 വയസ്സാണ്. 42. പക്ഷേ ഇപ്പുറത്ത് രാഹുൽ ഗാന്ധി യുവ നേതാവെന്ന് പറയുന്ന കൊടിക്കുന്നിലാണ് ഇത് പറയുന്നത് എന്ന് പറയുന്നത് മറ്റൊരു യാഥാർത്ഥ്യം. എന്തായാലും ഒരു കൊടിക്കുന്നിൽ വിരുദ്ധ വികാരം അവിടെ ഉണ്ട്. പക്ഷേ ഈ പറയുന്ന കണക്കുകളൊക്കെ തന്നെ നമുക്ക് മുന്നിലുണ്ട്. ചങ്ങനാശ്ശേരി നായർ ആസ്ഥാനം, പ്രധാനപ്പെട്ട രൂപതകളുണ്ട്. ഇവരെ എല്ലാവരെയും കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നു കൊടിക്കുന്നിൽ എന്നുള്ളതാണ്. കൊടിക്കുന്നിൽ എങ്ങനെയും വിജയം മാനേജ് ചെയ്യും എന്നുള്ളതാണ്. അതായത് ഹിന്ദു ക്രിസ്ത്യൻ മേഖലയിലെ അപ്പർ ക്ലാസ് വോട്ടുകളുടെ ഒരു സ്ഥലം കൂടിയാണ് മാവേലിക്കര. ഇതൊരു സംവരണ മണ്ഡലമായി പോയി എന്നുള്ളതിൽ ചിലപ്പം വിഷമിക്കുന്ന ആളുകളും ഉണ്ടാകും. പക്ഷെ ആ വോട്ടുകളൊക്കെ എല്ലാ കാലത്തും കൊടിക്കുന്നിലാണ് മാനേജ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വിജയം മാനേജ് ചെയ്തെടുക്കുന്ന ഒരാളാണ് കൊടിക്കുന്നിൽ എന്നുള്ള കേട്ടുകേൾവിയുണ്ട്. അത് സത്യവുമാണെന്ന് നമുക്ക് അവിടെ ചെന്നിറങ്ങിയാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഈ ഭരണവിരുദ്ധ വികാരമൊക്കെ നിൽക്കുന്ന ഒരു അവസരത്തിൽ തന്നെ ഈ യുവാവ് എന്ന് പറയുന്ന പ്രതിച്ഛായ കൊണ്ട് മാത്രം അവിടെ കാര്യം നേടിയെടുക്കാൻ പറ്റില്ല CPIക്ക് എന്നുള്ളതാണ് ഒരു വസ്തുത. ഈ അരുൺകുമാറിന് ഗുണമായ വേറൊരു കാര്യമുണ്ട്. അതായത് ചങ്ങനാശ്ശേരി കേരള കോൺഗ്രസ് എമ്മിൻ്റെ മണ്ഡലമാണ്. ഒപ്പം കുട്ടനാട് കുറച്ചൊക്കെ കേരള കോൺഗ്രസുള്ള, പത്തനാപുരത്തൊക്കെ കുറച്ച് പേരുണ്ട്. ഈ കേരള കോൺഗ്രസ് എം LDFൻ്റെ ഭാഗമായി വന്നതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു പോസിറ്റീവ്, അതായത് ചങ്ങനാശ്ശേരി വർഷങ്ങളായിട്ട് മാണിയുടെ കയ്യിലിരിക്കുന്ന സീറ്റാണ്. ആ വോട്ട് കിട്ടണം. അതുകൊണ്ട് ഈ കേരള കോൺഗ്രസിൻ്റെ വോട്ട് മാത്രം കൃത്യമായ അതൊരു രാഷ്ട്രീയ വോട്ടായി LDF സ്ഥാനാർത്ഥിക്ക് വീണാൽ മറ്റത്ഭുതങ്ങളൊന്നുമില്ലെങ്കിൽ പോലും അരുൺകുമാറിന് വിജയിക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്നത് ഒരു കാര്യമാണ്. നമ്മൾ അവിടെ നിന്ന് നേരെ ആലപ്പുഴയിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ തവണ ഇടതുമുന്നണിയുടെ മാനം കാത്ത സ്ഥലം. 19 സീറ്റും തോറ്റപ്പോൾ ആലപ്പുഴ പിടിച്ചു നിന്നു AM ആരിഫ്. കനൽ ഒരു തരിയാണോ തിരിയാണോ? തരി മതി എന്നൊക്കെ പറഞ്ഞ് CPM എടുത്തുയർത്തിയ നേതാവാണ്. ഇത്തവണയും ആരിഫ് തന്നെ വരുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു ഹെവി വെയ്റ്റ് നേതാവ് അവിടെ എത്തുകയാണ്, KC വേണുഗോപാൽ. ദേശീയ തലത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞാൽ രണ്ടാമത്തെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാവാണ്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ല. ആലപ്പുഴയിൽ KC വേണുഗോപാൽ ഒരു വലിയ സംഭവമാണല്ലേ എന്ന് പറഞ്ഞാൽ. ആലപ്പുഴക്കാരന് KC വേണുഗോപാൽ 3 തവണ MLA ആയി, 3 തവണ MP ആയിട്ടിരുന്ന ആളാണ്. കഴിഞ്ഞ തവണ KC ഇല്ലാത്തതുകൊണ്ട് ആരിഫ് വിജയിച്ചു എന്നതാണ് കോൺഗ്രസ്സുകാരുടെ ഒരു പ്രചാരണം തന്നെ. ഇത്തവണ KC വേണുഗോപാൽ വരുന്നു എന്നതിനപ്പുറം AM ആരിഫിന് ഉള്ള ഒരു നെഗറ്റീവ് ഘടകങ്ങൾ പാർട്ടിക്കകത്ത് വലിയ പ്രശ്നം. സംസ്ഥാനത്ത് മറ്റൊരിടത്ത് പണ്ട് VS പിണറായി പോര് നടന്നതുപോലെ ഇൻറ്റേണൽ ജില്ലാ തലത്തിൽ പോര് നടക്കുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ. കായംകുളത്തെ വിഭാഗീയതയെല്ലാം AM ആരിഫ് ഒരു പാർട്ടും കൂടിയാണ്.
സ്വാഭാവികമായിട്ടും പാർട്ടിക്കകത്തെ ആ പ്രശ്നങ്ങൾ പല ആളുകൾ CPM-ലേക്ക് 500-ലധികം ആളുകൾ കൂട്ടമായി CPI-ലേക്ക് CPM-ൽ നിന്ന് പോകുന്നത് നമ്മൾ അടുത്തിടെയൊക്കെ കണ്ടു. അത്തരത്തിൽ വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമായി നിൽക്കുന്ന ആരിഫ് കൂടി നിൽക്കുമ്പോൾ പാർട്ടിക്കകത്തെ വോട്ട് കൂടി ചോരുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ തവണ കിട്ടിയ ഈഴവ മുസ്ലിം വോട്ട് ഇത്തവണ KC വേണുഗോപാലിലേക്ക് പോകും എന്ന കാര്യത്തിൽ അവിടുത്തെ LDF-കാർ പോലും വലിയ ഭൂരിപക്ഷം പറയുന്നില്ല. വലിയ ഭൂരിപക്ഷം അവിടെ പോയി മണ്ഡലത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഒരു ഫീൽഡിലെ ഒരു ഇമ്പാക്റ്റും അങ്ങനെ തന്നെയായിരുന്നു. 3 സ്ഥാനാർത്ഥികളും പക്ഷേ അവിടെ വളരെ കൃത്യമായി ഭയങ്കര വ്യക്തതയോടെ അവരുടെ രാഷ്ട്രീയം പറയുന്ന ഒരു സ്ഥാനാർത്ഥികളായിട്ടാണ് തോന്നിയത്. പിന്നെ KC വരുമ്പോൾ കോൺഗ്രസ് ക്യാമ്പിന് വല്ലാത്തൊരു ഊർജ്ജമുണ്ട്. കഴിഞ്ഞ തവണ ഷാനിമോൾ ഉസ്മാൻ ആയിരുന്നു, അന്ന് വീക്കായിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആണല്ലോ താരതമ്യേനെ. അപ്പോൾ ഇത് നോക്കുമ്പോൾ KC വരുന്നതോടുകൂടി കോൺഗ്രസ് ക്യാമ്പ് ആകെ ഉണർന്ന് പ്രവർത്തിക്കുന്നു. അത് ഫീൽഡിൽ കാണാനുണ്ട്. മാത്രമല്ല KC വേണുഗോപാലിന്റെ ക്യാമ്പയിനിങ് ഈ പറഞ്ഞ പോലെ ഭാരത് ജോഡോ യാത്ര എന്നൊക്കെ ഉള്ള ഒരു ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു രാഹുൽ സ്റ്റൈൽ ഓഫ് ക്യാമ്പയിനിങ് ആണ്. ആളുകളുടെ അടുത്ത് ഇറങ്ങുന്നു, പ്രശ്നങ്ങൾ കേൾക്കുന്നു, അത് പരിഹാരം കണ്ടെത്താമെന്ന് പറയുന്നു. അങ്ങനെ ജനങ്ങളോട് ഇന്ററാക്ട് ചെയ്തുകൊണ്ടുള്ള സാധാരണ സ്റ്റേജ് പ്രസംഗങ്ങളും കൈവീശി കാണിക്കലും മാത്രമല്ല KC ഇപ്പോൾ ഒരു ഘട്ടത്തിലും KC വേണുഗോപാൽ നമ്മുടെ ഒരു ചെറിയൊരു സംശയത്തിന്റെ ലാഞ്ചന ഇല്ല. അവിടെ കാണുമ്പോൾ അത്രമേൽ കോൺഫിഡന്റ് ആണ്. തൽക്കാലം ആലപ്പുഴയിൽ അങ്ങനെയാണ് സ്ഥിതി. മാറി മറിയാം, കുറച്ച് ദിവസം, കുറച്ച് മണിക്കൂറുകൾ പോലും മതി തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ മറിയാൻ. പക്ഷേ പത്തനംതിട്ടയിലേക്ക് നമ്മൾ ചെന്നാൽ പത്തനംതിട്ട ദേശീയ ശ്രദ്ധ ആകർഷിച്ച മണ്ഡലമാണ്. AK ആന്റണിയുടെ മകനെ റാഞ്ചിയെടുത്ത് BJP സ്ഥാനാർത്ഥിയാക്കിയ സ്ഥലമാണ്. അവിടെ ഇടതുമുന്നണി നേരത്തെ തന്നെ കണ്ടുവച്ചിരുന്നത് ഡോക്ടർ തോമസ് ഐസക്കിനെയാണ്. തോമസ് ഐസക്കിനെ പാർലമെന്റിലേക്ക് അയക്കുന്നു, തോമസ് ഐസക് പാർലമെന്റിൽ ആഞ്ഞടിക്കുന്നു. ഇതൊക്കെയാണ് ഇടതുമുന്നണിയുടെ CPM-ന്റെ സ്വപ്നം. അഭിപ്രായ സർവേകൾ നോക്കിയാൽ പത്തനംതിട്ടയിൽ പോൾ ഓഫ് പോളിൽ ഇപ്പോഴും UDF തന്നെയാണ് മുന്നിൽ. 37% മുകളിൽ വോട്ടുമായി അവിടെ UDF-ൻ്റെ സ്ഥാനാർത്ഥി, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആന്റോ ആന്റണി ജയിക്കും. തോമസ് ഐസക്കിന് 33% വോട്ടുകളെ കിട്ടൂ. അനിൽ ആന്റണി 25% വോട്ടിൽ തൃപ്തിപ്പെടേണ്ടി വരും. പക്ഷേ ഫീൽഡിൽ ഈ അനിൽ ആന്റണി ഈ പറയുന്ന 25% വോട്ടിൽ ഒതുങ്ങും എന്നൊന്നും തോന്നുന്നില്ല. ഭയങ്കര ഓളം ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ്. നമ്മൾ ആദ്യം വ്യക്തിപരമായി എന്ത് സ്ഥാനാർത്ഥി എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ അങ്ങനെ അല്ല എന്ന് പറയുന്നു. ശരിയാണോ? പക്ഷേ എനിക്ക് നേരെ ജിമ്മി പറഞ്ഞതിൻ്റെ നേരെ വിപരീത അഭിപ്രായമാണ്. ഈ 25% വോട്ടൊക്കെ അനിൽ ആന്റണി പിടിക്കുമോ എന്ന് 25 പിടിക്കുമോ എന്ന് സംശയമാണ്. പിടിക്കുമെന്നാണ് സ്വാഭാവികമായിട്ടും. യെസ്, ഫീൽഡ് നോക്കിയാൽ ഈ പറഞ്ഞ ഒരു 2 ചാനലുകളുടെ അഭിപ്രായ സർവേ തോമസ് ഐസക്കിനും അനിൽ ആന്റണിക്കും ഒരു വോട്ടാണ്. ഒരു മാതൃഭൂമിയാണെന്ന് തോന്നുന്നു 31 അങ്ങനെ ഒരേ 2ാം സ്ഥാനത്ത് പോലും അനിൽ ആന്റണി വരാവുന്ന തരത്തിലുള്ള പെർഫോമൻസ് പത്തനംതിട്ടയിൽ നടത്തുന്നുണ്ട് എന്നാണ് അഭിപ്രായ സർവേകൾ. പക്ഷെ ഫീൽഡിൽ നിന്ന് അങ്ങനൊരു സാധനം നമുക്ക് തോന്നുന്നില്ല. അവിടെ ഇപ്പം K. സുരേന്ദ്രൻ പിടിച്ച 3 ലക്ഷത്തിനടുത്ത് വോട്ടാണ് പിടിച്ചത്. ശബരിമല ഇരിക്കുന്ന മണ്ഡലമാണ്. അതിനപ്പുറം വോട്ട് പിടിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ അതെങ്ങനെ? അതോടെ നിൽക്കട്ടെ. പക്ഷേ UDF വേഴ്സസ് CPM, തോമസ് ഐസക് വേഴ്സസ് ആന്റോ ആന്റണി വളരെ മോശമാണ്, ജയിക്കില്ല എന്നൊക്കെ കോൺഗ്രസിനകത്തുള്ള ഇൻറ്റേർണൽ കമ്മിറ്റി റിവ്യൂ റിപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമാണ്. പക്ഷേ എന്തു പറ്റി? അവിടെയും മറ്റൊരു ഓപ്ഷൻ കോൺഗ്രസിൻ്റെ മുമ്പിൽ ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല, സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിച്ച കുറേ അധികം MP-മാരുണ്ടായിരുന്നു. ആ സമയത്ത് ആന്റോ ആന്റണിയെ വലിച്ചാൽ മറ്റ് ആഗ്രഹം പ്രകടിപ്പിച്ച ആളുകൾക്കും കൂടി തുടക്ക സമയത്ത്, ഇപ്പം TM പ്രതാപൻ മാറുന്ന കോൺടെസ്റ്റ് വരെയാണ്, ആ സമയത്തേക്ക് ആന്റോ ആന്റണി മാറ്റിയാൽ ഞങ്ങളെയും കൂടി മാറ്റണം എന്ന് ആവശ്യം വരുന്ന ഒരു സാഹചര്യം കൂടി വന്നപ്പോൾ തീരുമാനം തെറ്റിയില്ല എന്ന് പറഞ്ഞാൽ BJP-യുടെ കാൻഡിഡേറ്റ് അനിൽ ആന്റണി ആയതുകൊണ്ട് തീരുമാനം തെറ്റിയില്ല എന്നാണ് കോൺഗ്രസ് ഇപ്പോഴും വിചാരിക്കുന്നത്. അവിടെ K. സുരേന്ദ്രനോ കുമ്മനം രാജശേഖരനോ ഏറ്റവും അവസാനം പറഞ്ഞ PS ശ്രീധരൻപിള്ളയോ ഇനി PC ജോർജോ മത്സരിക്കുകയായിരുന്നെങ്കിൽ ഇതായിരിക്കില്ല അവിടെ അവസ്ഥ. പക്ഷേ നെഗറ്റീവായ ഒരു തോമസ് ഐസക്ക് ഗംഭീര സ്ഥാനാർത്ഥിയാണ് ആ അർത്ഥത്തിൽ. പക്ഷേ ഈ ക്രിസ്ത്യൻ സമുദായത്തിനിടയിലെ സഭകൾക്കിടയിലെ ചില കാര്യങ്ങളൊക്കെ നോക്കിയാൽ ലത്തീൻ സഭയിൽപ്പെട്ട ആളാണ് തോമസ് ഐസക്. അവിടെ തീരെ വോട്ട് ലത്തീൻ സഭയ്ക്ക് ഇല്ലാത്ത ഒരു സ്ഥലമാണ്. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ വരവ്, കാഞ്ഞിരപ്പള്ളിയുണ്ട്, പൂഞ്ഞാറുണ്ട്, റാന്നിയുണ്ട്, ഇവിടെയൊക്കെ കേരള കോൺഗ്രസ് മത്സരിക്കുന്ന അല്ലെങ്കിൽ അവർ വിജയിച്ചിരിക്കുന്ന ഈ 3 അവർ വിജയിച്ചിരിക്കുന്ന സ്ഥലമാണ്. ആ വോട്ടുകൾ കൃത്യമായി കിട്ടിയാൽ എല്ലാ നമ്മുടെ ചിന്തകളെയും മറിക്കുന്ന തരത്തിൽ തോമസ് ഐസക്കിന് വിജയിക്കാൻ പറ്റും. പക്ഷേ കേരള കോൺഗ്രസ് എമ്മിൻ്റെ വോട്ട് ഇപ്പം നമുക്കറിയാം, അവർ LDF-ലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് നേരത്തെ ജിമ്മി പറഞ്ഞ പോലെ സ്പ്ലിറ്റായി കിടക്കുകയാണ്.
അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. 5% വോട്ടിൻ്റെ വ്യത്യാസമാണ് പോൾ ഓഫ് പോൾസിൽ ഇവർ തമ്മിൽ കാണുന്നത്. പക്ഷേ തോമസ് ഐസക്കിൻ്റെ ഒരു ജനസമ്മതി, അദ്ദേഹം ഒരു ചെറിയ നേതാവൊന്നുമല്ല. പത്തനംതിട്ടയിൽ ഞാൻ വിചാരിക്കുന്നത് ഇത്രയും വ്യത്യാസം ഉണ്ടാവില്ല, ഭയങ്കര ക്ലോസ്ലി കണ്ടസ്റ്റഡ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ മണ്ഡലത്തിൽ പോയിട്ടുള്ള ആളല്ല. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. തോമസ് ഐസക് പൊതുവെ ഒന്ന് ക്ഷീണിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് ആരോഗ്യപരമായ ക്ഷീണം മാത്രമല്ല, രാഷ്ട്രീയപരമായോ അദ്ദേഹത്തിന് ഒരു ക്ഷീണം ഫീൽ ചെയ്യുന്നു. ആന്റോ ആന്റണിക്ക് അനുകൂലമായിരുന്നു മൊത്തത്തിൽ. ആന്റോ ആന്റണിക്ക് അനുകൂലമാണ് പത്തനംതിട്ടയിലെ ഘടകങ്ങൾ എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇനി ഈ പറഞ്ഞ പോലെ കേരള കോൺഗ്രസ് വോട്ടുകൾ അവർ മത്സരിച്ച് ഇടതുപക്ഷത്തിന് പോൾ ചെയ്യുന്ന ഒരു സാഹചര്യം പക്ഷേ അത് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. 5% വോട്ടിൻ്റെ വ്യത്യാസമാണ് പത്തനംതിട്ടയിൽ പോൾ ഓഫ് പോൾസിൽ കാണുന്നത്. പക്ഷേ അവസാന നിമിഷം അടിയൊഴുക്കുകൾ ഉണ്ടെന്ന് പറയുന്നു. കേരള കോൺഗ്രസ് വോട്ടുകൾ എങ്ങനെ പോകുമെന്നതിനെക്കുറിച്ചുള്ള ആശങ്കയൊക്കെയുണ്ട്. ഒരു നേരിയ എഡ്ജ് UDF ഉണ്ട് എന്നുള്ളതാണ് അഭിപ്രായ സർവേകളും ഇപ്പോൾ എന്നോടൊപ്പമുള്ള പാനലിസ്റ്റുകളും പറയുന്നത്. അവിടെ നമ്മൾ കോട്ടയത്തേക്ക് പോവുകയാണ്. കേരള കോൺഗ്രസുകൾ തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന പ്രധാനപ്പെട്ട മണ്ഡലം, ഒരേ ഒരു മണ്ഡലം. അവിടെ ഇടതുമുന്നണിയുടെ ഭാഗമായി കേരള കോൺഗ്രസ് വന്നതിന് ശേഷം തോമസ് ചാഴിക്കാടൻ കഴിഞ്ഞ തവണ UDFൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു, ഇപ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥി. അപ്പുറത്ത് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഫ്രാൻസിസ് ജോർജ്. വളരെ ശക്തമായ മത്സരമാണ്. കേരള കോൺഗ്രസ് എമ്മിന് ഒരുപാട് സ്വാധീനമുള്ള സ്ഥലമാണ്. പക്ഷേ കുറച്ച് കാലമായി വല്ലാത്തൊരു ക്ഷീണകാലവുമാണ്. പാലായിൽ പോലും തോറ്റ സ്ഥിതിയുള്ള സ്ഥലവുമാണ്. അവിടെ ആർക്കാണ് മേൽക്കൈ? കേരള കോൺഗ്രസ് എമ്മിൻ്റെ LDFിലെ നിലനിൽപ്പിനെ പോലും ഒരുപക്ഷെ ചോദ്യം ചെയ്തേക്കാവുന്ന ഒരു മത്സരമാണ്. അവിടെ തോക്കുകയാണെങ്കിൽ കോട്ടയത്ത് ജോസ് കെ മാണി വന്നതിൻ്റെ ഗുണം LDFന് കിട്ടിയില്ലെങ്കിൽ പിന്നെ എവിടെ കിട്ടാനാ? പാലായിൽ തോറ്റോണ്ട് ചോദിക്കുക, കോട്ടയത്ത് എന്താ സ്ഥിതി? കോട്ടയത്തെ ഇപ്പം നമ്മൾ 7 നിയമസഭാ മണ്ഡലങ്ങളാണല്ലോ ഒരു ലോക്സഭാ പരിധിയിലുള്ളത്. UDFന് മേൽക്കോയ്മയുള്ള വളരെ കുറച്ച്, ഇപ്പം മലപ്പുറത്തോ വയനാടോ ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ 1-2 മണ്ഡലം, എറണാകുളം 1-2 മണ്ഡലങ്ങളേ ഉണ്ടാവുള്ളൂ. അതിലൊന്ന് കോട്ടയാണ് എന്ന് മാത്രമല്ല, ഇപ്പം മണ്ഡലങ്ങൾ എടുത്തു നോക്ക്. പുതുപ്പള്ളി UDFൻ്റെ ഒരു കോട്ടയാണ്. തിരുവഞ്ചൂരിൻ്റെ കോട്ടയം, പിറവത്ത് അനൂപ് ജേക്കബ്, കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ്. ഈ 4 UDF മണ്ഡലങ്ങളാണ്. അതിനകത്ത് ഒഴിച്ചു നിർത്താവുന്ന പാല വേണേൽ പറയാം. പാല ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കാപ്പം വന്നു എന്നൊക്കെ പറയാം. ഈ 5 മണ്ഡലങ്ങളും 7 മണ്ഡലങ്ങളിൽ 5 മണ്ഡലവും UDFൻ്റെ. അവിടെ കാപ്പം ജയിച്ചതും കേരള കോൺഗ്രസ് എമ്മിനോടുള്ള ഒരു വലിയ വിരോധം കൊണ്ടുകൂടിയായിരുന്നു. ആ കേരള കോൺഗ്രസ് എമ്മാണ് ഇപ്പോൾ ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ UDFന് അനുകൂലമാണ്. പക്ഷേ കേരള കോൺഗ്രസ് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് കേട്ടോ. ജോസ് കെ മാണി നേരിട്ടൊക്കെ ഇറങ്ങിയിട്ടാണ് അവിടെ വോട്ട് ചോദിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസ് കെ മാണിയുടെ മാണി ഗ്രൂപ്പിന് മാത്രമല്ല, ജോസഫ് ഗ്രൂപ്പിനും അതെ വളരെ വല്ലാത്തൊരു ക്ഷീണകാലത്ത് നിന്ന് അവർ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നു. മുന്നണിയിൽ അവരുടെ പ്രാതിനിധ്യം ഉറപ്പിക്കാനുള്ള പോരാട്ടാണ് ഈ UDFന് ഫ്രാൻസിസ് ജോർജിന്റെ മേൽക്കൈയാണ് എല്ലാവരും പറയുന്നത്. അവിടുന്ന് നമ്മൾ നേരെ പോകുന്നു ഇടുക്കിയിൽ മത്സരം ഉണ്ടോ എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇടുക്കിയിൽ അഭിപ്രായ സർവേകളും അവിടെ പോകുന്നവരും എല്ലാവരും പറയുന്നത് UDFൻ്റെ കയ്യിൽ ഈ കോട്ട ഭദ്രമാണെന്നുള്ളതാണ്. ജോയ്സ് ജോർജ് ഒരു തവണ ജയിച്ചയാളാണ്. ഇടതുമുന്നണി വീണ്ടും രംഗത്തിറക്കുന്നു. ഇത്തവണ ചിഹ്നത്തിൽ രംഗത്തിറക്കുന്നു. പക്ഷേ വലിയ ഗുണമൊന്നുമില്ലല്ലേ? ചിഹ്നം ജോയ്സിന് തിരിച്ചടിയാകും എന്നും പറയുന്നുണ്ട്. അവിടെ ഇടുക്കിയിൽ ജോയ്സ് പക്ഷേ ഭയങ്കര വലിയ തരത്തിലുള്ള പ്രസംഗങ്ങൾ, രാഷ്ട്രീയ പ്രസംഗങ്ങൾ ഒക്കെ കാഴ്ചവെക്കുന്നുണ്ട്. മനോഹരമായി സംസാരിക്കുന്ന ആളാണ്. അതെ, തീപ്പൊരി പ്രസംഗം. പക്ഷേ ഈ തീപ്പൊരി പ്രസംഗമൊക്കെ അങ്ങോട്ട് ഏക്കോ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അവരുടെ പ്രശ്നങ്ങൾ വേറെയാണ്. വനം വന്യജീവി സംഘർഷം, ഇതുപോലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ, കുടിയേറ്റ കർഷകന്റെ പ്രശ്നങ്ങളൊക്കെയാണ്. അവിടെ പോയി നമ്മൾ ഈ ഭരണഘടനയെക്കുറിച്ചൊക്കെ ഇത്ര തീവ്രമായി പ്രസംഗിച്ചതുകൊണ്ട് കാര്യമാവോ? CAയെ കുറിച്ച് കാര്യമായി ഇത്രയധികം തീപ്പൊരി പ്രസംഗം നടത്തിയിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ ഈ വനം വന്യജീവി പ്രശ്നങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന് എതിരെ ഒരു പ്രശ്നമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളതാണോ? അതോ അല്ലെങ്കിൽ തന്നെ ഇതൊരു കോൺഗ്രസ് മണ്ഡലമാണ്, UDF മണ്ഡലമാണ്, കുറേ കാലമായിട്ട് അങ്ങനെയാണ്, അതുകൊണ്ട് ഇത്തവണയും UDF? സ്വാഭാവികമായിട്ടും അതൊരു UDF മണ്ഡലമാണ്. ജോയ്സ് ജോർജ് 2009 വിജയിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം വേറെയാണ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെ സഭ വരുന്നു, ഹൈറേഞ്ച് സംരക്ഷണ സമിതി വരുന്നു. അവരുടെ കാൻഡിഡേറ്റിനെ LDF കാൻഡിഡേറ്റായി നിർത്തി ജോയ്സിനെ വിജയിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. ലോ റേഞ്ചിൽ നോക്കിയാൽ കൃത്യമായി UDF അനുകൂല മണ്ഡലങ്ങളുണ്ട്. തൊടുപുഴയാണെങ്കിലും മൂവാറ്റുപുഴയാണെങ്കിലും ഒക്കെ ഉണ്ട്. ആകെ LDFന് ഒരു പൊളിറ്റിക്കൽ ഇതുള്ളത് ഉടുമ്പൻചോല, ഹൈറേഞ്ചിൽ കുറച്ച് ഉടുമ്പൻചോല പോലുള്ള പ്രദേശങ്ങളിൽ കുറച്ച് ഉണ്ട് എന്ന് വെച്ച് നിർത്തിയാൽ ഈ ജോയ്സിനോടുള്ള അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തിനപ്പുറം അത് കൃത്യമായ ഒരു മലപ്പുറമൊക്കെ നമ്മൾ പറയുന്ന പോലെ കൈപ്പത്തിക്ക് കുത്തുന്ന ശീലമുള്ള ജനത ആണ്. ഇതാണ് സ്ഥിതി. എറണാകുളത്ത്
ശരിയാണെന്നറിയില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹൈബി അങ്ങനെ പ്രചരണത്തിനൊന്നും ഇറങ്ങുന്നില്ല, അത്രയ്ക്ക് കോൺഫിഡൻസിലാണെന്ന് കേൾക്കുന്നു. ശരിയാണ്? അത്യാവശ്യം നല്ല കോൺഫിഡൻസിലാണ് അദ്ദേഹം ഉള്ളത്. ഒരു മത്സരം നടക്കുന്ന പ്രതീതി അവിടെ പൊതുവേ ഇല്ല. പക്ഷേ ഇപ്പുറത്തുള്ളത് വളരെ പ്രസരിപ്പുള്ള ഊർജ്ജസ്വലയായ വനിതാ സ്ഥാനാർത്ഥിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇലക്ട്രൽ പൊളിറ്റിക്സ് ആദ്യത്തെ ഒരു അനുഭവമാണ്. അവരാദ്യമായി സ്ഥാനാർത്ഥിയാകുന്നു. അതിൻ്റെ ഒരു ഊർജ്ജവും ആവേശവും ഒക്കെയാണ് അവരുടെ ഒരു ക്യാമ്പിൽ കാണാൻ പറ്റുന്നത്. വോട്ടർമാരുടെ അടുത്തൊക്കെ ഭയങ്കര തഗ്ഗൊക്കെ അടിച്ച് ഭയങ്കര കാര്യമായിട്ട് വളരെ കൃത്യസമയത്തിന് പ്രചരണത്തിനെത്തുന്നു. നമ്മളവിടെ കണ്ടത് അവിടുത്തെ CPM നേതാക്കളെയൊക്കെ അവർ ചാടിക്കുന്നതാണ്. അതെ, ഞാൻ ഇത്ര 7 മണിക്ക് വന്നു, നിങ്ങൾ എന്താ 7 മണിക്ക് വരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ആവേശത്തോടെ പ്രചരണത്തിന് ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. പക്ഷേ മറ്റേ നേതാക്കൾക്ക് ഇത്ര ആവേശത്തിന്റെ കാര്യമൊന്നുമില്ല. ഇത്ര രാവിലെ എഴുന്നേറ്റൊന്നും വലിയ കാര്യം. ഗംഭീര സ്ഥാനാർത്ഥിയാണല്ലോ ഷൈൻ ടീച്ചർ. ആദ്യം ഇത് ആരാണെന്ന് അത്ഭുതപ്പെട്ട പരിഹസിച്ച ആളുകൾക്ക് മുമ്പിൽ ഷൈൻ ടീച്ചർ ഒരു വലിയ ഷൈൻ ടീച്ചറെ മറ്റു പലയിടങ്ങളിലും പരീക്ഷിക്കാവുന്നതാണ്. ഇതൊരു അവരുടെ ഒരു എൻട്രി ആയി കണക്കാക്കിയാൽ മതി. ഇനി നമ്മൾ നേരെ പോകുന്നത് ചാലക്കുടി മണ്ഡലത്തിലേക്കാണ്. അതിനപ്പുറത്ത് തൃശ്ശൂരുണ്ട്. തൃശ്ശൂരാണ് ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യേണ്ട. തിരുവനന്തപുരം വിട്ടാൽ, ആറ്റിങ്ങൽ വിട്ടാൽ പിന്നെ പോകേണ്ട സ്ഥലമൊന്നും അറിയാത്തതല്ല. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അതുകൊണ്ട് ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ ഏതാണ്ട് വിജയം ഉറപ്പിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ഒരു വാക്ക് ഓവറുണ്ട്. 2020 ഒരു ഫാക്ടർ ആകുമെന്നും ഇല്ലെന്നും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ബെന്നി ബെഹനാനെ സംബന്ധിച്ച് 2020 ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് കുന്നത്തനാട്, ആലുവ, അങ്കമാലി, എറണാകുളം ജില്ലയിലുള്ള നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ സ്ഥാനാർത്ഥി കുറച്ച് വോട്ട് പിടിച്ചാൽ അത് UDFന് പ്രശ്നമാകും എന്ന് മാത്രമല്ല, പക്ഷേ ഇത് തോൽക്കാനുള്ള ഒരു പ്രശ്നമാകും. അതിലേക്ക് വരുമോ എന്നതാണ് നോക്കേണ്ടത്. കാരണം ബെന്നി ബെഹനാൻ ഈ പറയുന്ന, ഇപ്പം നമ്മൾ നേരത്തെ ആൻഡോ പറഞ്ഞ പോലെ അല്ലെങ്കിൽ കൊടുക്കുന്നതിനെ പറഞ്ഞതുപോലെ ഒരു നെഗറ്റീവ് സാധനം ഇല്ല. പക്ഷേ യാക്കോബായ സഭയ്ക്ക് നല്ലതുപോലെ വോട്ടുള്ളൊരു സ്ഥലമാണ്. യാക്കോബായ സഭയുടെ പ്രത്യക്ഷ നിലപാട് LDFിനൊപ്പമാണ് സംസ്ഥാനത്ത് എന്നതാണ്. പക്ഷേ ബെന്നി ബെഹനാനും ഇവിടെ ബെഹനാനായിരിക്കും. കാരണം അവരുടെ സഭയിൽപ്പെട്ട ഒരു കാൻഡിഡേറ്റ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ ബെന്നി ബെഹനാൻ അവിടെ വലിയ കുഴപ്പമില്ലാതെ 2020 ഫാക്ടറുകൾ ഉണ്ടെങ്കിൽ പോലും അത് മറികടക്കാൻ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ട് നല്ലതുപോലുള്ള സ്ഥലമാണ്. അവിടെ ഒരു ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള ഒരാളെന്ന നിലയിൽ കൂടി നിഷ്പക്ഷമായ അത്തരം വോട്ടുകൾ കൂടി ബെന്നി പ്രതീക്ഷിക്കുന്നു. 2020 ആ ഫീൽഡിൽ പോയ ആളാണല്ലോ. 2020 വോട്ട് പിടിക്കുമോ? 2020 കുറച്ച് ആളുകളെ സ്വാധീനിക്കാനിടയുള്ള ഒരു പാർട്ടി തന്നെയാണ്. കാരണം സാധാരണക്കാർക്കിടയിലൊക്കെ ഒരു ഫീലിംഗ് ഉണ്ട്, അവിടെ അത് നടക്കുന്നു, അവിടെ ഇത് കൊടുക്കുന്നു, ഞങ്ങൾക്കും എന്താ കിട്ടിയാൽ അങ്ങനെ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരെ ആകർഷിക്കാൻ പറ്റുന്ന എല്ലാത്തരം മോട്ടോയുള്ള ഒരു പാർട്ടിയായിട്ടാണ് എനിക്ക് 2020 തോന്നിയത്. അതുകൊണ്ട് തന്നെ കുറേയധികം വോട്ടുകൾ അവർ പിടിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. പ്രത്യേകിച്ചും ഈ നോട്ടയ്ക്ക് വോട്ട് ചെയ്യുന്ന ഒരു കൂട്ടരുണ്ടല്ലോ, അവരൊക്കെ തന്നെ 2020 അവിടെ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ചർച്ച മൊത്തത്തിൽ കേൾക്കുമ്പോൾ എനിക്ക് വേറൊരു കാര്യം തോന്നുന്ന, UDF സ്ഥാനാർത്ഥികളെല്ലാം നല്ല ഇലക്ഷൻ മാനേജേഴ്സ് ആണെന്നാണ്. ബെന്നിയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. അല്ല, അത് മാത്രമല്ല, UDFന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എല്ലാ കാലത്തും ഒരു വലിയ എഡ്ജുണ്ട്. അവിടെ കേന്ദ്രത്തിൽ മിക്കവാറും ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് ആയതുകൊണ്ട് അവരെ ജയിപ്പിക്കാം. കേരളത്തിൽ ഒരേ സമയത്ത് നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും മത്സരം നടക്കുമ്പോൾ നിയമസഭയിൽ ഇടതുമുന്നണി ജയിപ്പിക്കുകയും പാർലമെന്റിൽ കോൺഗ്രസ് ജയിപ്പിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ തൃശ്ശൂരേക്ക് ചെല്ലുമ്പോൾ ഇതൊന്നുമല്ല സ്ഥിതി. നേരത്തെ പറഞ്ഞൊരു ചെറിയ വ്യത്യാസം കൂടെ വരുന്നു. ഇത്തവണ കോൺഗ്രസ് അധികാരത്തിൽ വരുമോ എന്ന് വലിയ സംശയമുള്ള ഒരു കാലത്താണ് BJP അവരുടെ വലിയ പ്രതീക്ഷ കേരളത്തിൽ പുലർത്തുന്നത്. തൃശ്ശൂരിൽ ജയിച്ചാൽ, തിരുവനന്തപുരത്ത് ജയിച്ചാൽ മന്ത്രി ഉറപ്പാണ്. ഇവരൊന്നും മന്ത്രിയാവില്ലല്ലോ, പ്രതിപക്ഷത്തിരിക്കാനല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. സുരേഷ് ഗോപി ഒരു വശത്ത്, അത്ഭുതകരമായി പെട്ടെന്ന് ലാൻഡ് ചെയ്ത K. മുരളീധരൻ, നേരത്തെ തന്നെ CPI കാത്തുവെച്ച VS സുനിൽകുമാർ. പോൾ ഓഫ് പോൾസ് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് പോലെ തന്നെയാണ്. ആരെങ്കിലും ജയിക്കുമെന്ന് പറയാൻ ഈ സർവേ നോക്കിയിട്ട് പറയാൻ പറ്റില്ല. 32% മുകളിൽ വോട്ട്, 32.81 സുനിൽകുമാർ നേടും, 34% മുരളീധരൻ നേടും, 31% സുരേഷ് ഗോപി നേടും. ഇത് വെച്ചിട്ട് ഒരു പ്രവചനം അസാധ്യമാണ്. 1%, 1.5%, 2% ഇതിങ്ങനെ മാറുകയാണ്. എന്ന് മാത്രമല്ല, ഈ സർവേകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തൃശ്ശൂർ പൂരവും അലമ്പും എല്ലാം ഉണ്ടായത്. എന്ത് സംഭവിക്കാം? ത്രികോണ പോരാട്ടം സത്യത്തിൽ നടക്കുന്ന ഒരേ ഒരു മണ്ഡലം അല്ലേ? നമ്മൾ മറ്റു പലതും പറയുമെങ്കിലും ഇതാണ് ത്രികോണ പോരാട്ടം. തുടക്കത്തിൽ സുരേഷ് ഗോപിക്ക് കൃത്യമായ എഡ്ജ് ഉണ്ടായിരുന്നു. പക്ഷേ അപ്പം എതിർ സ്ഥാനാർത്ഥികളില്ലായിരുന്നു. സുരേഷ് ഗോപിയാണ് അവിടെ മത്സരിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കി സുരേഷ് ഗോപി പ്രചരണ പ്രവർത്തനത്തിലേക്ക് പോയി. ആ സമയത്തൊക്കെ ഭയങ്കര എഡ്ജ് സുരേഷ് ഗോപിക്കുണ്ട്. VS സുനിൽകുമാർ LDF സ്ഥാനാർത്ഥിയായി വരുന്നതുകൊണ്ട് സുരേഷ് ഗോപിയുടെ ആ ഒരു ഓളം ഇച്ചിരി കുറയുന്നു. കാരണം സുനിൽകുമാർ തൃശ്ശൂർകാർക്ക് ആരാണ് എന്ന് പറയേണ്ട അത്ര അടുപ്പമുള്ള ആളാണ്. അതിനുശേഷം
കൃത്യമായി പൊളിറ്റിക്കൽ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയപ്പം ഇവർ പ്രതാപനെ മാറ്റി കെ മുരളീധരൻ കൂടി വന്നതോടുകൂടി സുരേഷ് ഗോപി സത്യത്തിൽ താഴേക്ക് പോകുന്നതാണ് ഉണ്ടായത്. എന്ന് മാത്രമല്ല BJP തൃശ്ശൂർ ജില്ലാ ഘടകം സുരേഷ് ഗോപിയുമായി ഇപ്പോൾ നമ്മൾ നേരത്തെ കൊല്ലത്തെ കാര്യം പറഞ്ഞ പോലെ അത്ര സ്വരച്ചേർച്ചയിലല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകുന്നവരെ സുരേഷ് ഗോപി അതൊക്കെ പക്ഷേ ഒരു സുരേഷ് ഗോപിയുടെ ഒരു സ്വഭാവ പ്രത്യേകതയാണ്. പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തണുപ്പിലാവും. ഈ മുരളീധരനെ സംബന്ധിച്ച് ഉള്ള കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഒരു ഗുണം, അവർക്ക് പലതരത്തിൽ AI ഗ്രൂപ്പൊക്കെ വിട്ടിട്ട് തൃശ്ശൂരിൽ ഭയങ്കര ഗ്രൂപ്പ് പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ പ്രതാപം നിൽക്കുമ്പോഴാണെങ്കിലും പ്രശ്നമുണ്ട്. അതൊക്കെ മാറി അവരുടെ ലക്ഷ്യം ഞങ്ങളെ പ്രതിസന്ധി ഘട്ടത്തിൽ ഇട്ട് പോയ പത്മജയെ തോൽപ്പിക്കണം. പത്മജയെ തോൽപ്പിക്കാൻ ഇപ്പോഴുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ കെ മുരളീധരനെ വിജയിപ്പിക്കുക എന്നതിലേക്ക് അവർ മാറിയിട്ടുണ്ട്. പക്ഷേ സുനിൽകുമാറിനെ സംബന്ധിച്ചുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് തൃശ്ശൂർകാരന് ഇപ്പം കെ മുരളീധരനെ കുറിച്ചുള്ള ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ഇപ്പോൾ വട്ടിയൂർക്കാവായി, തൃശ്ശൂർ പിന്നെ വടകരയായി, ഇപ്പോൾ തൃശ്ശൂരായി, ഇങ്ങനെ ഇട്ടിട്ട് പോകുന്ന ആളെന്നതാണ്. പക്ഷെ തോറ്റാലും ജയിച്ചാലും തൃശ്ശൂരിലുള്ള ആൾ എന്നതാണ് സുനിൽകുമാറിനുള്ള ഒരു ഗുണം. അവിടുത്തെ വിജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ ന്യൂനപക്ഷ വോട്ട് ഒരു ഘടകമായിരിക്കും. പ്രത്യേകിച്ച് ഗുരുവായൂരിലും നാട്ടുകയിലും മുസ്ലിം വോട്ടുണ്ട്. പുതുക്കാട് പോലുള്ള അല്ലെങ്കിൽ തൃശ്ശൂർ പോലുള്ള ഏരിയയിൽ ക്രിസ്ത്യൻ വോട്ടുമുണ്ട്. ക്രിസ്ത്യൻ വോട്ടിൽ എന്തെങ്കിലും കാണിച്ചാൽ വിജയിക്കാമെന്നതിൻ്റെ ഒരു തന്ത്രമായിരുന്നു ലൂർദ് പള്ളി മാതാവിന് സ്വർണമെന്ന് പറഞ്ഞ് ചെമ്പ് കൊടുത്തതൊക്കെ. സ്വാഭാവികമായിട്ടും അത് തിരിച്ചടിച്ചു. ആ വോട്ട് സ്വാഭാവികമായിട്ടും സുനിൽകുമാറിനാണോ മുരളീധരനാണോ എന്നത് നോക്കി അനുസരിച്ചിരിക്കും. ഈ ന്യൂനപക്ഷ വോട്ട് മുസ്ലിം ന്യൂനപക്ഷവും ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെയും വോട്ട് എവിടെ കിട്ടും എന്നതിനനുസരിച്ചിരിക്കും മുരളീധരൻ്റെ വിജയം. കെ കരുണാകരൻ്റെ മകൻ എന്ന ഒരു ഫാക്ടർ കുറച്ചെങ്കിലും മുരളീധരൻ കാണുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പം കെ കരുണാകരനോടുള്ള ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉള്ള ആളുകളുടെ അദ്ദേഹത്തിൻ്റെ മകൻ എന്ന ഒരു പരിഗണനയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അതൊക്കെ എത്രത്തോളം വോട്ടാകും എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത് ന്യൂനപക്ഷ വോട്ട് സുനിൽകുമാറിന് കിട്ടുന്നോ മുരളീധരന് കിട്ടുന്നോ എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും വിജയമുണ്ടാവുക. ആ വോട്ട് രണ്ടുപേർക്കും സ്പ്ലിറ്റായി പോയാൽ ആ ഒരു ഗ്യാപ്പിലൂടെ സുരേഷ് ഗോപി കയറി വരാനുള്ള സാധ്യതയും തള്ളിക്കളയേണ്ട. വോട്ട് സ്പ്ലിറ്റ് ആകുമെന്നുള്ളത് ത്രികോണ മത്സരത്തിലെ ഏറ്റവും വലിയ പേടിയാണ്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പേടി, ഇത്തവണ പക്ഷേ ഏറ്റവും ശരിക്കും പേടിക്കുന്ന, എല്ലാവരും ഒരുപോലെ പേടിക്കുന്ന ഒരു സ്ഥലം BJPയുടെ ദേശീയ നേതൃത്വം പോലും സുരേഷ് ഗോപി ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം പോലും പറയുന്നില്ല. കേരളത്തിലെ BJPക്കാരേക്കാൾ കോൺഫിഡൻസ് അവർക്കുണ്ടെന്നാണ് മനസ്സിലായത്. അവർക്ക് അവിടെ നിന്ന് ഫീൽഡിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അവര് ദേശീയ നേതൃത്വം ഈ കാണിക്കുന്ന അമിത ആത്മവിശ്വാസത്തിന്റെ കാര്യമില്ല എന്നാണ് തൃശ്ശൂരിൽ എത്തുമ്പോൾ മനസ്സിലാകുന്നത്. പ്രത്യേകിച്ചും ഈ ദേശീയ നേതൃത്വം അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ കാരണം നരേന്ദ്രമോദി ആദ്യം പ്രചരണത്തിനെത്തിയ മണ്ഡലം, സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണമടക്കം മൂന്നോ നാലോ ആയി അല്ലേ, 3 തവണ പ്രചരണത്തിന് എത്തുന്നു എന്ന് പറയുന്ന സവിശേഷത. ഇതൊക്കെ കൊണ്ട് ദേശീയ നേതൃത്വത്തിന് നോക്കുമ്പോൾ വളരെ വേഗം BJPക്ക് തൃശ്ശൂരിങ്ങ് എടുക്കാം എന്നൊക്കെ തോന്നുമെങ്കിലും അതല്ല യാഥാർത്ഥ്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും ഈ തൃശ്ശൂരിലെ പൂരം വിവാദം അവിടുത്തെ ഒരു തലവര നിർണ്ണയിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പൂരത്തെ അടിത്തട്ടിൽ വോട്ടാക്കി മാറ്റാൻ BJP അവിടെ ശ്രമിക്കുമ്പോൾ ആ ഒരു കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നേരത്തെ റഹീസ് പറഞ്ഞ പോലെ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ കൃത്യമായി വോട്ട് മുരളീധരന് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. പൂരം വിവാദങ്ങളുടെ മറ്റേ ശബരിമലയുടെ കാര്യം പറഞ്ഞതുപോലെയാണ്. പൂരം വിവാദത്തിന്റെ നേട്ടം സുരേഷ് ഗോപിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് എടുക്കാനാകില്ല. അത് ശബരിമല വിവാദത്തിൽ എങ്ങനെയാണോ കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും എന്നാണ് നമുക്ക് ഒരു രാഷ്ട്രീയമായി വിലയിരുത്തിയാൽ മനസ്സിലാകുന്നത്. പക്ഷേ വേറൊരു യാഥാർത്ഥ്യം അവിടെ ചെന്നപ്പോൾ കണ്ടത്, നമുക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ്റെ ഒരു ഓളം ഉണ്ടാകുമെന്ന് കരുതിയാണ് ഞാനും ശ്രീജയും പോയ ശ്രീലക്ഷ്മി ടോക്കീസിൻ്റെ യാത്ര അവിടെ എത്തുന്നത്. അവിടെ നോക്കുമ്പോൾ ഒരു തരം ഓളവും ആ പ്രത്യക്ഷത്തിൽ നമുക്ക് കെ മുരളീധരനായി കാണാൻ കഴിഞ്ഞിരുന്നില്ല ആ സമയത്ത്. പക്ഷേ ഈ പൂരം വിവാദം അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ മാറ്റി തീർത്തു എന്നാണ് മനസ്സിലാകേണ്ടത്. അവിടെ മനുഷ്യരുടെ അടുത്ത് നമുക്ക് പോയി കെ മുരളീധരന് അനുകൂലമായ ഒരു വോട്ട് വളരെ വേഗത്തിൽ, ഒരു ബൈറ്റ് വളരെ വേഗത്തിൽ നമുക്ക് നഗരത്തിലൊന്നും കിട്ടാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ പൂരം വിവാദങ്ങൾ അവിടുത്തെ ക്യാമ്പയിൻ്റെ ഗതി മാറ്റി തീർത്തു എന്ന് തന്നെയാണ് നമുക്ക് ഈ വരുന്ന വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. പൂരത്തിന് മുമ്പുള്ള അഭിപ്രായ സർവേകളാണ് നമ്മുടെ മുമ്പിലുള്ളതെല്ലാം. അവിടെ മലയാള മനോരമയും മാതൃഭൂമിയും UDFന് വളരെ കൃത്യമായ വിജയം പ്രവചിക്കുന്നുണ്ട്. ന്യൂസ് 24ൻ്റെ സർവേയിൽ പക്ഷേ നേരെ തിരിച്ചാണ്. VS സുനിൽകുമാർ 36% വോട്ട് വരെ നേടി ഒന്നാം സ്ഥാനത്തെത്തും. സുരേഷ് ഗോപിക്കുള്ള വിജയം ഇവരാരും പ്രവചിക്കുന്നില്ലെങ്കിലും വളരെ തൊട്ട് പിന്നിലായി സുരേഷ് ഗോപി ഉണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ കേരളത്തിൽ
ഏറ്റവും ഗംഭീരമായി ആരും ജയിക്കാം ആരും തോക്കാം എന്ന സ്ഥിതിയുള്ള ഒരേ ഒരു സ്ഥലമാണ് തൃശ്ശൂർ. തെക്കൻ കേരളത്തിൽ പോര് കനക്കുമ്പോൾ 5 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് വലിയ മത്സരം നടക്കുന്നത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, മാവേലിക്കര, പത്തനംതിട്ട, പിന്നെ തൃശ്ശൂർ. ഈ മണ്ഡലങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ടോ? ഈ മണ്ഡലങ്ങളുടെ പ്രത്യേകത, ഈ 5 മണ്ഡലങ്ങളിൽ നമ്മൾ കൂടുതൽ UDF സാധ്യത കൊടുക്കുന്നത്. പക്ഷേ ഈ 5 മണ്ഡലങ്ങളിൽ 35 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ ഒരേ ഒരു MLA ആണ് UDF കോവളത്ത് വിൻസെൻ്റ്. ബാക്കി 34 അതായത് തിരുവനന്തപുരത്ത് വിൻസെൻ്റ് ഉണ്ട്, ആറ്റിങ്ങലിൽ എല്ലാ MLA LDF പത്തനംതിട്ടയിൽ എല്ലാ MLA LDF മാവേലിക്കരയിൽ എല്ലാ LDF തൃശ്ശൂരിലും എല്ലാ LDF അതൊരു രാഷ്ട്രീയ, ഈ സംസ്ഥാന രാഷ്ട്രീയവും കേന്ദ്ര രാഷ്ട്രീയവും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യമാണ്, ഒരു കൗതുകമാണ്. തരംഗങ്ങൾ എങ്ങനെയൊക്കെയാണ് മാറി മറിയുന്നുള്ളതിൻ്റെ ലക്ഷണവുമാണ്. നമ്മളിനി വടക്കൻ കേരളത്തിലേക്ക് പോകുന്നു. അവിടെയുമുണ്ട് വളരെ വലിയ ആവേശത്തിൻ്റെ, വളരെ വലിയ അഭിമാന പോരാട്ടത്തിൻ്റെ മണ്ഡലങ്ങൾ, സ്ഥാനാർത്ഥികൾ.